എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. ഞാൻ ഇതിനു മുൻപും ഉഴുന്നുവട പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത് കുറേ റിക്വസ്റ്റ് വന്നു. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇന്ന് ഉഴുന്നുവട തയ്യാറാക്കുന്നത്. ഇത് പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉഴുന്നുവടയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മുഴുവനെയുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത ഉഴുന്നേ ഉള്ളെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇതുപോലെ മുഴുവനെയുള്ള ഉഴുന്നായിരിക്കും ഉഴുന്നുവട ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 2 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല. ഞാൻ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം. ഉഴുന്ന് ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇത് കുതിരാനായിട്ട് ഒരു 3 മണിക്കൂർ മാറ്റി വെക്കാം. 3 മണിക്കൂർ കഴിയുമ്പോൾ നല്ല കുതിർന്നിരിക്കും. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഉഴുന്നെല്ലാം കുതിർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് വരാം. നമുക്കിനി ഇത് ഈ ഉഴുന്ന് അരയ്ക്കുമ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളകും ഇതുപോലെ ചെറിയ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കും. അരയ്ക്കുന്നത് കൂടാഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഇത്രയും മതിയാവും. അപ്പം ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. നമുക്കിത് ഗ്രൈൻഡറിലിട്ടിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം, ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം. അപ്പം ഈ ഉഴുന്നും ഈ കരിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉഴുന്നുവടയിൽ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കത്തില്ല. ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ആദ്യം തന്നെ നമ്മൾ അരയ്ക്കുന്നതിൽ പച്ചമുളകൊക്കെ ആയാലും കുഴപ്പമില്ല. ഉപ്പ് ഈ സമയം നമ്മൾ ചേർക്കത്തില്ല കേട്ടോ. 2 ബാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ ഇനി ഇപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെറും 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർക്കത്തുള്ളൂ. 1 ടേബിൾ സ്പൂൺ ഇതുപോലെ ഒഴിച്ച് ഒന്ന് അരച്ച ശേഷം വീണ്ടും ഓപ്പൺ ചെയ്ത് വീണ്ടും 1 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കട്ടിക്കാണ് അരച്ചെടുക്കുന്നത്. ഇതിവിടെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇപ്പം നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്, നല്ലതുപോലെ അരഞ്ഞിട്ടുമില്ല. അപ്പം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഉള്ളു നല്ല ഹാർഡായിരിക്കും. അപ്പം ഇതിനൊരു പരുവുണ്ട്, അതിനനുസരിച്ച് നമ്മളിത് അരച്ചെടുക്കാവും. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പം ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. കണ്ടോ, ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയും അല്ല. അപ്പം ഈ അരവ് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിലോ പാത്രത്തിലോ വെള്ളം എടുത്തിട്ട് കുറച്ച് നമ്മൾ ഈ അരച്ച മാവ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ഇത് ഫ്ലോട്ട് ചെയ്താണ് കിടക്കുന്നതെങ്കിൽ പാകത്തിനുള്ള അരവ് കിട്ടിയെന്നാണ് അർത്ഥം. കണ്ടോ, ഇതിപ്പം ഈ ഗ്ലാസ്സിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്, കാണാലോ. അപ്പം ഇത് കറക്റ്റ് പരുവാണ്. അപ്പം നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി മാറ്റി വെച്ചിട്ട് ബാക്കിയിരിക്കുന്ന ഉഴുന്ന് നമുക്ക് ഇതുപോലെ തന്നെയിട്ട് അരച്ചെടുക്കാം. 2ാമത്തെ ബാച്ച് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വട സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു കാര്യമുണ്ട്. കൈ നന്നായിട്ട് കഴുകിയിട്ട് നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്യണം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും മതി, പക്ഷെ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ടോ, ഇതുപോലെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ കറക്റ്റ് പരുവായിരിക്കും വട. അപ്പം ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്, കാരണം നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി അരച്ചതല്ലേ. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ട ചേരുവകളൊക്കെ എടുത്തു. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യേണ്ട ചേരുവകളൊക്കെ റെഡിയാക്കി എടുക്കാം.
ഞാനിവിടെ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് ചെറുതായിട്ട് അരിയാൻ പറ്റിയാൽ അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. അപ്പം ഈ പച്ചമുളക് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിടാം. അതുപോലെ തന്നെ സവാളയും കട്ട് ചെയ്ത് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കും. ഒരുപാട് അരയണ്ട കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3-4 തണ്ട് കറിവേപ്പില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനിതൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇത് ഒരുപാട് അരഞ്ഞു പോരുത്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഇത് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായം ചേർക്കുന്നവരുമുണ്ട്, ചേർക്കാത്തവരുമുണ്ട്. ഇതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ വടയ്ക്ക്. ഇനി വട ഒന്ന് ക്രിസ്പി ആവാനായിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിമാവ് ചേർത്ത് കൊടുക്കും. അരിമാവ് കൂടരുത്. അരിമാവ് കൂടിക്കഴിഞ്ഞാൽ വടയ്ക്ക് ഭയങ്കര കട്ടിയായിരിക്കും, ഒരു വല്ലാത്ത മുറുക്കുമായിരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെറും 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഈ ഒരളവിൽ ചേർക്കുന്നുള്ളൂ. ഇനി കൈകൊണ്ട് വീണ്ടും ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ സവോളയൊക്കെ ചേർക്കുമ്പോൾ ഈ മാവ് ഒന്നുകൂടി ഒന്ന് ലൂസാവും. അതുകൊണ്ടാണ് അരച്ചെടുക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഇത് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വടയ്ക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്നും വെക്കണ്ട, ഉടൻ തന്നെ നമ്മൾ വട ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് മാവ് കുറച്ച് അധികമാണ് നിങ്ങൾ ഇതുപോലെ അരച്ചെടുക്കുന്നതെങ്കിൽ ഉടൻ തന്നെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കാം. ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ നമ്മളിത് പുറത്ത് വെച്ച് പൊങ്ങാനായിട്ട് വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വടയ്ക്കൊരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇത്രയേ ഉള്ളൂ. വടയ്ക്കുള്ള ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 1.5 കപ്പോളം തേങ്ങ എടുത്തു. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് ഇതുപോലെ പൊട്ടുകടല ഉണ്ടല്ലോ, കണ്ടോ, റോസ്റ്റഡ് കടലയാണിത്. ഇത് ഞാനിവിടെ 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. 2 വലിയ പച്ചമുളക് ഇട്ട് കൊടുക്കണം. അധികം എരിവില്ലാത്ത പച്ചമുളകാണിത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നു. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കട്ടിക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ ചമ്മന്തി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് ഇതുപോലെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ താളിച്ചത് നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വട ഉണ്ടാക്കേണ്ട ഇരുമ്പുചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇനി നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമുക്ക് മാവ് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവൂ. ഞാൻ വട ഉണ്ടാക്കേണ്ട എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വട കൈകൊണ്ട് വേണമെങ്കിലും ഷേപ്പ് ചെയ്തിടാം. ഇതുപോലെ വാഴയില എടുത്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഷേപ്പ് ചെയ്ത് വെക്കാം. വാഴയില ഇല്ലാത്തവരാണെങ്കിൽ അലൂമിനിയം ഫോയിൽ എടുത്തിട്ടും നമുക്ക്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇടാവുന്നതാണ്. നല്ല പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈവെള്ളയിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഈ വാഴയില കുറച്ച് വെള്ളം നനച്ചൊന്ന് തടവി കൊടുക്കാം. തടവിയ ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഉഴുന്ന് നമുക്ക് ഇങ്ങനെ കയ്യിലെടുക്കണം. എത്രയാണോ വലിപ്പത്തിൽ അതിനനുസരിച്ച് എടുക്കണം. എടുത്തിട്ട് ഈ വാഴയിലയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ചെറിയ വട വേണമെങ്കിൽ ചെറിയ സൈസിലെടുക്കാം. അതല്ല അത്യാവശ്യം വലിപ്പത്തിനുള്ള വട വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കുഴിവുണ്ടാക്കാം.
കണ്ടോ? ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇതിനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഒരു വട ഫ്രൈ ചെയ്ത ശേഷം മാത്രമേ പിന്നെ 2 എണ്ണം വീതം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കത്തുള്ളൂ. ഒരു സൈഡ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന്റെ ഉൾഭാഗം വേകണം. അപ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ചിട്ട് മീഡിയത്തിനും ഹൈക്കും ഇടയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. വളരെ ലോ ഫ്ലെയിം ആയിക്കഴിഞ്ഞാൽ വട എണ്ണ കുടിക്കും. ഇവിടെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പഫായിട്ടുള്ള വടയാണ്. നല്ല ചൂടാണ്. ഞാനിതൊന്ന് തണുത്ത ശേഷം കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും എണ്ണ കുടിച്ചിട്ടോ ഒന്നുമില്ല. കണ്ടോ? വീണ്ടും നമുക്ക് ഈ ഇലയിലേക്ക് കുറച്ച് വെള്ളവും തടവി കൊടുക്കണം. ഞാനിത് കൈവെള്ളയിൽ വെച്ച് കാണിച്ചു തരാം. ഇതുപോലെ കൈവെള്ളം ഒന്ന് നനച്ചിട്ട് ഇതുപോലെ മാവൊന്ന് പരത്തി കൊടുക്കണം. ഷേപ്പ് ചെയ്തെടുത്തിട്ട് സെൻറ്ററിൽ കുഴി വെക്കണം. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഉഴുന്നുവടയും ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല പുറം നല്ല ക്രിസ്പിയാണ്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ നല്ല സോഫ്റ്റാണ്. ഞാൻ നിസാർക്ക് ഇവിടെ വന്നു നിസാർക്ക് അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. നല്ല മുരിഞ്ഞ ഉള്ളു നല്ല സോഫ്റ്റ് ഉണ്ട്. സമി തിന്നോളൂ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന വടയുടെ ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ.